പോയി അയ്യോ ദ്രുതങ്ക പുളിക്കത്തിലാവുന്ന ആശിക്ക സുഖണ്ടോ? ഇതാണ് തള്ളു മൂസി. 4 ആൾക്കാർ ചുറ്റും ഉണ്ടെങ്കിൽ ഓൻ തള്ളണ തള്ളു എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ തള്ളായിരിക്കും. മൂസിയെ ബ്ലോഗ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാത്ത ഞങ്ങൾ പുതിയൊരു ബ്ലോഗിങ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും. സ്വാഗതം. ഒന്നിന്റെയും കണ്ടിന്യൂഷൻ അല്ല, സാധനം ഇങ്ങനെ പോവാ. ഫുൾ ചെക്കന്മാരുണ്ട്. ആഷിഖുണ്ട്, കുട്ടുണ്ട്, ബഷീറുണ്ട്, സുഹൈലുണ്ട്, എല്ലാരും ഉണ്ട്. എന്താ പരിപാടി ആഷിഖാന്ന്? കുളിക്കാൻ പോണം. എടാ പോണേ? കുമ്പടാണി. ഇപ്പൊ അവിടെ എന്തായിരിക്കും? എന്താ ഓർഡർ ചെയ്തെന്താ? ഷേക്ക് വരുമോ? ഒരു വൈക്ക് പോണേലെടുക്കാൻ 4 സ്ഥലത്ത് കയറി വെള്ളം കുടിക്കണം അല്ലേ? ഊർജം കിട്ടും. കണ്ടിട്ടൊരു ഷേക്ക് മൂടൊന്നും ഇല്ലല്ലോ, മോരുവെള്ളം പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. 1/2 വന്നാ തോന്നുന്നു കണ്ടിട്ട്. ആ മോരുവെള്ളം അടി. ഏത് ഷേക്കാന്ന് പറഞ്ഞേ? മോരുവെള്ളം. അരുണിനൊരു പരസ്യം കുടിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ടോ? ഉറപ്പാ? എന്നാ വേണ്ട, എന്നാ വയ്യാതെ ക്യാമ്പ് നോക്കട്ടെ. കുറച്ച് കഴിയും അത് ട്രൈ ചെയ്ത് നോക്കി. ടേസ്റ്റ് ഇത് വരൂലേ കൂടുക? എന്താ ചൂടുണ്ടോ? എല്ലോനും വണ്ടി എടുത്ത് ഞാൻ പോകാനുള്ള പരിപാടിയാണ്. ആശിക്ക കയറിയോ? പോവാ. ജായക എല്ലാവരും വണ്ടിയൊക്കെ സൈഡാക്കി ഇറങ്ങിക്കിന്. ഒരുത്തൻ ഇവിടെ ഫോണിൽ കളിച്ചിട്ടുണ്ട്. ഒരുത്തൻ വരുന്നുണ്ട്, ഒരുത്തൻ ഇവിടെ ഉണ്ട്. ചുരുക്കി എന്നാൽ നേരെ വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണി പാളും. ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. മൂസിയ ചാടേ, ഇറങ്ങേ. ഇവിടുന്ന് മെല്ലെ നോക്കി ഇറങ്ങണോ? കേറാൻ എങ്ങനെങ്കിലും കേറാം, പക്ഷെ ഇറങ്ങാനാണ് പണി. നോക്കി ഇറങ്ങും കേട്ടോ. ഇതുണ്ടോ, നല്ല കീടില്ലൻ സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളം, പച്ച കളർ വെള്ളം. അപ്പുറത്ത് കാടാ. പോയി അയ്യോ ആശിക്കതാ നീന്തുന്നാ. അയ്യോ ഏതാ മൂട്. ഇവിടെ എല്ലാരും നല്ലോണം കുളിച്ചോണ്ടിരിക്കുക. എല്ലാരും ഓരോരുത്തരെ പരിപാടി ചെയ്യുമ്പോൾ അവൻ എപ്പോഴും ആടുന്ന് ഇറങ്ങിയില്ല. അവന് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട്. എന്താ സാലേ പ്രശ്നം? അവൻ പിണങ്ങി തോന്നുന്നുണ്ട്. എടാ അവൻ പിണങ്ങി തോന്നുന്നുണ്ടടാ. എങ്ങനാ ഇറങ്ങാൻ പേടിണ്ടെങ്കിൽ എടാ, ഇറങ്ങാൻ പേടിണ്ടെങ്കിൽ നാട്ടിൽ വരാം 2 ആൾക്കാര്. കാടന്മാരെ എടുക്കോന്ന് കയറിപ്പോ ഇതിന്റെ ഉള്ളിൽ ഇടോ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഇടോ ഉണ്ട്. സംഭവം നല്ല മൂടുണ്ട്, നല്ല തണുപ്പ് വെള്ളം, തണുത്ത വെള്ളം. ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ നല്ല രസം. സിക്കുവാണ് ഇപ്പൊ ആശിക ഉണ്ട്. സുഹൈലൊന്ന് ബാക്കി കയറിക്കോടെ. ദ്രുതങ്ക പുളിക്കത്തിലാവുന്ന ആശിക്ക സുഖണ്ടോ? വരി. ഇതാണ് തള്ളു മൂസി. 4 ആൾക്കാർ ചുറ്റും ഉണ്ടെങ്കിൽ ഓൻ തള്ളണ തള്ളു എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ തള്ളായിരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ ബോംബിട്ടത് അത് ഓനെ അറിഞ്ഞിട്ടാണെന്നൊക്കെ അവൻ പറയാ. കണ്ടോ, വേറെ മൂട് തള്ളവൻ തള്ളുക. കണ്ടോ, മെറ്റോ ഓലെ മുന്നിലാണ് കുടുങ്ങയ്യ. മൂളാനും വകുപ്പില്ല, ഓടാനും വകുപ്പില്ല എന്നുള്ള കോലത്തില്. കേറില്ലേ സുഹൈലേ? കേറില്ലേ? ടൈം 9 മണി.
9 കുളി കഴിഞ്ഞ് എല്ലാരും ഡ്രസ് ഇട്ടത് തുടങ്ങി പുതിയ ഫൈനലാണ് പോവാണ്. ആശിക്ക് മാറ്റി തുടങ്ങിയത് ഒരുത്ത നേരെ കേറിയില്ലാണ്ട്. ഇനിന്താ മോനല്ലേ മോനടിച്ചിട്ട് പോണ വഴിക്ക് കാണാം. അങ്ങനെ താറാവ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ 6 കിലോമീറ്റർ പിന്നെ ഓടി. എവിടെത്തിയപ്പോൾ അച്ചാന്റെ സ്ഥലത്തെത്തി. എന്താ ഇന്ന് ഇവിടെ നിന്ന് കിട്ടൂലേ? ഇറച്ചും പോയിക്കോ. അതൊന്ന് ലേശം പോകുമ്പോ കഴിക്കാം. അത് നന്നാവും. ആശിക്ക് ഓക്കെ അല്ലേ? ചാമ്പണ്ടേ? എല്ലാരും കേറുന്നുണ്ട്, വരുന്നുണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറിയോ കേട്ടോ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത്. ഞങ്ങളിങ്ങനെ തുഷാരഗിരി സ്ഥലത്തെത്തിയാണ്. ഇവിടെ നല്ല നാടൻ കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ മുയലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് വേണ്ടിയ സാധനം നമ്മൾ സെലക്ട് ചെയ്യുക, നമ്മൾ തന്നെ അറുത്ത് കൊടുക്കുക. അറുത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നല്ലോണം അടിപൊളിയാക്കി തരും. എങ്ങനെ ഉണ്ടാവും? ചെറിയ നൈസാവല്ലേ? മൂസി എന്തൊക്കെ ഓർഡർ ചെയ്ത്? മൂസി എന്തൊക്കെ ഓർഡർ ചെയ്ത്? ഒരു വലിയ മുയല്, അതായത് ആടിന്റെ അകത്തുള്ള മുയല്, പൂവങ്കോഴി. പറയണ്ട, ആ കോഴി ഉണ്ടല്ലോ. ഇനി ഇതിന്റെ മുമ്പ് മുയല് കഴിച്ചു ഒരു 50 കിലോ കണ്ടോ. ഇനി മുയല് കഴിച്ചു. ഓൻ്റെ അമ്മ കഴിച്ചിട്ട് അതിന് ശേഷം റോസ്റ്റ് ആക്കാനും കുറച്ച് കറി ആക്കാനും കുറച്ച് പൊരിക്കാനും അല്ലേ? അപ്പോൾ 3/4 മണിക്കൂർ ടൈം എടുക്കുന്ന പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ കുറച്ചിങ്ങനെ തിരിഞ്ഞു കളിച്ചിട്ട് ഒന്നുകൂടി വിശപ്പാക്കട്ടെ, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാം. 45 മിനിറ്റ് ഇവിടെ ഇങ്ങനെ കുത്തനെ നിൽക്കാൻ വേണ്ടിയേ. ഇപ്പൊ 3:41 മിനിറ്റ് വരണേ വരെ ഓരോ ചെറിയ കട്ടൻ ചായേ അതന്നെ ഇങ്ങനെ മൂടെ നിൽക്കാലോ. ഞാൻ പറയണേ 2 ഐസ്ക്രീം കഴിച്ച് ഇങ്ങനെ ഇരുന്നാലേ നല്ല രസമായിരിക്കും. അതെ, നമ്മൾ പോയി നോക്കാം. നടക്കേ. ഓൻ ഒറ്റക്കൊന്ന് കൊടുത്തതാ, ഓനത് പറ്റൂല. ഓൻ അമ്മ കൊടുത്തത് മാത്രം കിട്ടണം എന്നാ പറയുന്നേ. പ്രശ്നമാക്കണ്ടോ ഇപ്പൊ അവിടെ അടിയാക്കണ്ട. അമ്മക്ക് എന്ത് കിട്ടണം അതുപോലെ കിട്ടണോ? അത് കണ്ടോ, ഈ മരത്തിന്റെ മുകളിൽ എന്തോ ഗോൾഡൻ കളർ അതിന്റെ പൂവാന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് സാധനം കാണാൻ കേട്ടോ. ഇതിങ്ങനെ ദൂരത്തുനിന്ന് കാണാൻ നല്ല അടിപൊളിയാ. ഫുഡ് വരാൻ ടൈം എടുക്കും പറഞ്ഞിട്ട് ലുഡോ കളിച്ച് നിൽക്കുകയാണ് കേട്ടാ. ആരാ വെട്ടിയേ? ആരാ വെട്ടിയോ? ഇവിടെ വെച്ചാ മാണ്ടാണ്ട് കളിക്കുന്നുണ്ട്. ആരോ ഫുള്ള് പുറത്തുണ്ടല്ലോ. ആരാണ് ഫുള്ള് ആരോ? ആശിക്കോ? ഇതുവരെ ഇറങ്ങിയില്ല. ഫസ്റ്റ് ഇറങ്ങിയ പോലെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും. അന്ത് പ്രതാപകാലത് സാധനം ഇപ്പൊ വരെ. ഞങ്ങള് വെയിറ്റിംഗ് ആണ് മുയലടിക്കാൻ. ഇനിയല്ലേ പറഞ്ഞു ഇത് അങ്ങനത്തെ പ്രശ്നമില്ല, എല്ലാം കറക്റ്റ് ആണെന്നൊക്കെ. ഇതില് ഫസ്റ്റ് ഇറങ്ങണ ഫസ്റ്റ് പൊട്ടും. അങ്ങനെയാണ് ഇതിന്റെ കളി. സാധനം വന്നാണ്. പുട്ടുണ്ട്, ചോറുണ്ട്, കപ്പുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. കറികൾ വരുന്നുണ്ട്. ആ പുട്ട് വെച്ച് കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല കലാപരമായിട്ട് വെച്ചിരിക്കണത്. ഇത് കോഴിയല്ലേ പറഞ്ഞത്? ഇത് മുയല്, അത് കോഴി, അത് മുയല്, കോഴി. ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഇനി ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. എങ്ങനെയുണ്ടായി ഫുഡ്? എങ്ങനെയുണ്ടായോ? അങ്ങനല്ല, 2-3 വട്ടം സൗണ്ട് കൂടുതലായിട്ട് മാറ്റി ശരിക്കും പറയും. എങ്ങനെയുണ്ടായി ഫുഡ്? ഇനി വേറെ പരിപാടിയൊന്നുമില്ല. മഴ പെയ്യുന്നതിന് ഒരു കോഴി ചിറക് വെച്ച് മൊത്തം നമുക്ക് അടുത്ത മാൻ്റെ മുമ്പ് പറയാ പോവാം. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ? ആരാ വൈൻഡപ്പ് ചെയ്യുന്നത്? എന്നാ വെറൈറ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് എല്ലാരും കൂടി കൈയ്യോട് വെച്ചോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്.